ഹലോ ഗൈസ്, അനിമെൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 78 മുതൽ 80 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, നമ്മുടെ ചാനൽ അങ്ങനെ 6000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരു വലിയ നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ തന്നെ തുടരുക. വീഡിയോ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. സോ അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോകാം. ഇപ്പോ ഹിരൂഹിക്കോ വീണല്ലോ. ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, അതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്രയും പരിക്ക് പറ്റിയിരുന്ന സാഹചര്യത്തിലും കുമയൂരിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് അല്ലേ അവൻ യൂസ് ചെയ്തത്. സോ അവന്റെ ഫിസിക്കൽ എനർജിയും സ്പിരിറ്റ് എനർജിയും എല്ലാം പൂർണ്ണമായിട്ടും ചോർന്ന് അവൻ തളർന്നു പോകും. അതിന്റെ കൂടെ സാമുറയുടെ ഫൈനൽ അറ്റാക്ക് കൂടിയായപ്പോൾ അത് പൂർണ്ണമായി. സോ ഹിരൂഹിക്കോയ്ക്ക് ഇവിടെ സംഭവിച്ച ഈ കാര്യം തികച്ചും നോർമലാണ്. അബ്നോർമൽ ആയിട്ടുള്ളത് മിസ്റ്റർ സാമുറയുടെ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങേരി ടോബി മുനയുടെ അൾട്ടിമേറ്റ് മൂവ് ആയിട്ടുള്ള ഫിനിക്സ് ഉപയോഗിച്ചിട്ട് സ്വയം ഹീൽ ചെയ്യുകയും അതേപോലെ തന്നെ ഈ ബിൽഡിംഗ് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ജപ്പാൻ ഫുള്ളായിട്ട് അങ്ങേരെ ഔൾ സിഗ്നൽ ഇട്ടിരിക്കുകയായിരുന്നു. സോ സ്പിരിറ്റ് എനർജിയൊക്കെ ഫുള്ളായിട്ട് ചോർന്നു പോയി. പുള്ളിയും ആകെ തളരേണ്ടതാണ്. പക്ഷെ പുള്ളിക്കാരന് ഒരു കുലുക്കവും ഇല്ല. ചിഹിരോ ഇപ്പോൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അതായത് ഫിനിക്സ് എന്ന് പറയുന്നത് ഒരു റീജനറേഷൻ എബിലിറ്റിയാണ്. ഒരിക്കലും മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ എബിലിറ്റി കൊണ്ട് കഴിയില്ല. മാത്രമല്ല, ഈ റീജനറേഷൻ എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ്. അതായത് വീണ്ടും വീണ്ടും പരിക്കുകൾ പറ്റിയിട്ട് ഈ എബിലിറ്റി യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സ്പിരിറ്റ് എനർജി മൊത്തമായിട്ട് ചോർന്ന് ആള് താഴെ വീഴും. കാര്യം ഇത് കുറെ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം ജസ്റ്റ് തിയറിയാണ്. തിയറിയെയൊക്കെ വെല്ലുവിളിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തിയറിക്ക് അപ്പുറം ടോബി മുനയുടെ എബിലിറ്റീസ് ഇവോൾവ് ചെയ്യാൻ സാമുറയുടെ കഴിവനുസരിച്ച് ഇപ്പൊ സാധിക്കുമായിരിക്കും. ഇപ്പോൾ ഈ തളർന്നു കിടക്കുന്ന ഹിരൂഹിക്കോയെ അങ്ങ് തീർത്തേക്കാവെന്നും പറഞ്ഞ് സാമുറ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സാമുറ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങേരുടെ സൈഡിലുള്ള ഒരു റൂം, ഹിബിക്കി റൂം എന്നാണ് ആ ഡോറിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എന്തോ സാമുറ സെൻസ് ചെയ്യുന്നു. ഇപ്പോൾ കാര്യം എന്താണെന്ന് നോക്കിയാൽ ആ റൂമിനുള്ളിൽ കുകുരി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ ആ ഡോറും വെട്ടിപ്പൊളിച്ചുകൊണ്ടൊരു സ്ലാഷ് സാമുറയ്ക്ക് നേരെ ചെയ്യുന്നുണ്ട്. അവന്റെ കറ്റാനെ ഇപ്പോൾ സാമുറ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുള്ളി അത് ഒരൊറ്റ സ്ലാഷിന് വെട്ടി രണ്ടാക്കുകയാണ്. എന്നിട്ട് അടുത്ത ഒരു അറ്റാക്ക് കുകുരിക്ക് നേരെ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുകുരി ട്വിലൈറ്റ് വേവ് എന്നും പറഞ്ഞൊരു അറ്റാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ട്വിലൈറ്റ് വേവ് എന്ന് പറയുന്ന അറ്റാക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഓരോ ഫൈറ്റിന്റെ സമയത്തും ശരീരത്തിൽ ജനറേറ്റ് ആവുന്ന ഹീറ്റ് കുകുരിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത്ര മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് സ്റ്റോർ ചെയ്യാം. എത്ര കൂടുതൽ സ്റ്റോർ ചെയ്യുന്നോ അൺലീഷ് ചെയ്യുമ്പോൾ അതിന്റെ പവർ അത്രയും കൂടിയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 7 മാസമായിട്ട് കുകുരി ശരീരത്തിൽ ഹീറ്റ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ അവനത് അൺലീഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ വലിയൊരു ഭാഗം ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് കുകുരി പുറത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സാമുറ ഇപ്പോൾ ആ ബ്ലാസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഉണ്ടടാ ഹിരൂഹിക്കോയെ അവിടെ കാണാനില്ല. അപ്പോൾ അവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് സാമുറ ചിന്തിക്കുന്നു. ഇപ്പോൾ ഹോട്ടലിനടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ടോട്ടോ ഹിരൂഹിക്കോയെ ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കുകുരി ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു. കണ്ടിട്ട് ഹിരൂഹിക്കോയുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. ഇനിയും കുറെ നാളത്തേക്ക് ഇവനെ കൊണ്ട് ഒരു പരിപാടിയും പറ്റില്ല എന്ന് ടോട്ടോ പറയുന്നുണ്ട്. ഹിരൂഹിക്കോയുടെ അറ്റുപോയ കൈ എനിക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് കുകുരി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുമയൂരി ഇവൻ എടുക്കാൻ പറ്റിയില്ല. കാര്യം സാമുറ അത് ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് സാമുറയുടെ മകളെയും തട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് കുകുരി പറയുന്നു. ടോട്ടോ ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മിഷൻ മൊത്തത്തിൽ ഒരു വലിയ തോൽവിയായിരുന്നു. ഹിരൂഹിക്കോയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്, അതുകൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. എന്നാലും എന്റെ കുകുരി, ആ സാമുറ എന്ന് പറയുന്ന കാലനെ നിനക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഒരു സെക്കൻഡ് നേരത്തേക്കാണെങ്കിലും നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത്. കുകുരി ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ സാമുറയുമായിട്ടുള്ള നമ്മളുടെ ഡീൽ ഇതോടുകൂടി തീരുമാനമായി. സോ ഇനി ഇറക്കി കളിക്കാൻ നമ്മളുടെ കയ്യിൽ ഒരു കാർഡ് പോലും ഇല്ല. പെട്ടെന്ന് ഇപ്പോൾ അവിടെ ആകെ മഞ്ഞ് വീഴുന്നുണ്ട്. കുറെ ദിവസമായിട്ട് ആ ഔൾ സിഗ്നൽ ആകാശത്തിനെ കവർ ചെയ്തിരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ടാകുമെന്ന് കുകുരി പറയുന്നുണ്ട്. എന്നാലും അയാളുടെ ആ എബിലിറ്റി കാലാവസ്ഥയെ വരെ അഫക്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് കുകുരി പറയുന്നു. എന്തേ അയാളുമായിട്ട് പോയി ഷോർട്ട് ഫൈറ്റിംഗ് ചെയ്യണമെന്ന് കൊതി തോന്നുന്നില്ല എന്ന് കുകുരിയെ എടുത്ത് ടോട്ടോ ചോദിക്കുന്നുണ്ട്. ഓ, അത്രയും പവറുള്ള ഒരുത്തനുമായിട്ട് മുട്ടുന്നത് എൻ്റെ വൈബിന് മാച്ചാവില്ല എന്ന് പറഞ്ഞ് കുകുരി അങ്ങ് ഒഴിയുന്നുണ്ട്. യൂറ എന്തായാലും ആ ടോക്കിയോയിലെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണെന്ന് ടോട്ടോ പറയുന്നു. ഇനി അതിലാണ് പ്രതീക്ഷ എന്ന് കുകുരിയും പറയുന്നുണ്ട്. അല്ലാതെ സാമുറയെ പോലെ ഒരു മാടനെ ഒന്നും നമുക്ക് നിന്ന് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കുകുരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹിരൂഹിക്കോ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും ഒന്ന് കൊല്ല്. എനിക്ക് നേരെ നോക്കിയ ചിഹിരോയുടെ ആ കണ്ണുകളിൽ യാതൊരു വികാരവും ഇല്ലായിരുന്നു. എന്നോടുള്ള പക പോലും ഞാൻ അവന്റെ ആ കണ്ണിൽ കണ്ടില്ല എന്നൊക്കെ ഹിരൂഹിക്കോ പറയുന്നു. സോ ഇത്രയും എഫോർട്ട് ഇട്ടിട്ടും ചിഹിരോ തന്നെ ഒരു മെയിൻ ഓപ്പോണന്റ് ആയിട്ട് കാണാത്തതിന്റെ വിഷമമാണ് ഹിരൂഹിക്കോയ്ക്ക്.
സാമുറ ഇപ്പോൾ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വീണ്ടും ആ എൻചാന്റഡ് ബ്ലേഡ് കയ്യിലെടുത്തതെന്ന്. മാലിഡിക്ഷനെ പറ്റിയും സോട്ട് മാസ്റ്റർ ചെയ്ത ആ വലിയ കുറ്റത്തിനെ പറ്റിയും ഒക്കെ ഞാൻ മനസ്സിലാക്കി എന്ന് ചിഹിരോ പറയുന്നുണ്ട്. ആ നാറി ഷിബ അവനെല്ലാം നിന്നോട് പറഞ്ഞല്ലേ. സാമുറ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, നോക്ക്, നിന്റെ അച്ഛൻ ഇതിലൊന്നും ഒരു പങ്കുമില്ല. അയാൾ ആ എൻചാന്റഡ് ബ്ലേഡ്സ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഈ രാജ്യത്തിന് നല്ലത് വരണമെന്ന് വിചാരിച്ച് മാത്രം പ്രവർത്തിച്ച ഒരു ഹീറോ തന്നെയാണ് റോക്കുഹിര. എല്ലാത്തിനും കാരണം ആ സോട്ട് മാസ്റ്ററും അയാളുടെ ചെയ്തികളുമായിരുന്നു. എനിക്കറിയാം, മിസ്റ്റർ ഷിബയും എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് ചിഹിരോ പറയുന്നു. ഇവൻ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് സാമുറ ഇങ്ങനെ ചിന്തിക്കുന്നു. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, ശരി, അപ്പോൾ മാലിഡിക്ഷനെ പറ്റിയൊക്കെ നീ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. സോട്ട് മാസ്റ്റർ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സോട്ട് ബെയറേഴ്സും മരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചിഹിരോ ചോദിക്കുന്നു. അതെ, അത് അനിവാര്യമാണ്. മാലിഡിക്ഷൻ തടയാനും ഇയോറിയുടെ നല്ലൊരു ഭാവിക്കും വേണ്ടി അങ്ങനെ സംഭവിച്ചേ പറ്റൂ. സോ ഇനിയും എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് നിന്നെ വീണ്ടും വെട്ടി താഴെയിടേണ്ടി വരും ചിഹിരോ. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, ഇയോറിയുടെ ഒരു നല്ല ഭാവിക്കായിട്ട് അവൾക്ക് വേണ്ടത് അവളുടെ അച്ഛൻ്റെ പ്രസൻസ് ആണ്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ എന്തിനാ വീണ്ടും ഈ എൻചാന്റഡ് ബ്ലേഡ് കയ്യിലെടുത്തതെന്ന്? നിങ്ങളെ തടയാൻ. സീൻ ഇപ്പോൾ നേരെ ടോക്കിയോയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. യൂറ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഫൈറ്റ് തുടങ്ങിയാലോ. ഇപ്പോൾ നമ്മൾ മുൻപ് ഒരു ചാപ്റ്ററിൽ കണ്ട ആ സീന്, ആ തൊപ്പി വെച്ച മന്ത്രവാദി ആ തറയിൽ നിന്നും മരക്കൊമ്പുകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ആ തറ ബ്രേക്ക് ചെയ്യുകയാണ്. കാര്യം അതിൻ്റെ അടിയിലാണ് കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിൽ ഒരു പൂളിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു തലയണ കാണാം. അതിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഒരു കമുനാബി മന്ത്രവാദിയാണെന്ന് തോന്നുന്നു. അയാളുടെ തലയുടെ ഭാഗത്തും എന്തോ മെഷീൻസ് പരിപാടിയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നിപ്പോൾ എന്തോ ശ്രദ്ധിച്ചിട്ട് അയാൾ തല ഇങ്ങനെ വെട്ടിക്കുന്നുണ്ട്. ഈ ഹിഷാക്കുവിൻ്റെ അറ്റാക്ക് സെൻസ് ചെയ്തതായിരിക്കാം. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അസാമിയാണിപ്പോൾ സിറ്റുവേഷൻ എല്ലാം ഒന്ന് ബ്രീഫ് ചെയ്യുന്നത്. പുള്ളി പറയുന്നുണ്ട്, അവൾ അങ്ങനെ ആകാശത്ത് നിന്ന് ക്ലിയർ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ സാമുറ ക്യോട്ടോയിലുണ്ടെന്ന് മാസുമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 ഹിഷാക്കു മെമ്പേഴ്സുമായിട്ടും അവരവിടെ ഫൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ കുമയൂരി ഇപ്പോൾ നമ്മുടെ പക്കൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഉടനെ ഇപ്പോൾ തറയിൽ നിന്ന് വിളക്ക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതിലൂടെ ഇപ്പോൾ ശത്രുക്കൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വോയിസ് കേൾക്കാം. അത് നമ്മൾ മുൻപ് കണ്ട കമുനാബി മന്ത്രവാദിയാണ്. ആ പൂളിന്റെ മുകളിൽ മെഷീനൊക്കെ തല വെച്ചിട്ടിരിക്കുന്നത്. അങ്ങേര് പറയുന്നുണ്ട്, ഷിനുച്ചിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള ഫോഴ്സ് ഫീൽഡ് ബ്രേക്ക് ചെയ്ത് കയറി വരാനാണ് അവർ നോക്കുന്നത്. പൈൻ ട്രീ സ്പെല്ലാണ് അവർ ഉപയോഗിക്കുന്നതെന്നും ഇങ്ങേര് പറയുന്നുണ്ട്. അതായത് ആ മരം വെച്ച് ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന മന്ത്രവാദിയുടെ വിദ്യ. ഇത് ഹിഷാക്കുവിന്റെ പണി തന്നെ എന്നൊരു മന്ത്രവാദി പറയുന്നുണ്ട്. മറ്റേ വൂൾവറിൻ മന്ത്രവാദി പറയുന്നുണ്ട്, അവന്മാർ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. എന്നാലും അവന്മാർ ഹെഡ് ക്വാർട്ടേഴ്സ് കയറി അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് മറ്റേ നീളം കുറഞ്ഞ മന്ത്രവാദി പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഒരു ക്ലിയർ പിക്ചർ തരുന്നുണ്ട്. അതായത് ഷിനുച്ചി കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും താഴെയുള്ള ഒരു സെല്ലിലാണ് സോട്ട് മാസ്റ്ററിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ടോക്കിയോയുടെ അണ്ടർഗ്രൗണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഏതാണ്ട് 500ഓളം സ്റ്റാഫുകളുണ്ട്. അവരിൽ ഫൈറ്റ് ചെയ്യുന്നവരും ഫൈറ്റ് ചെയ്യാത്തവരും ഉണ്ട്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിനെ മൊത്തത്തിൽ ചതുര ആകൃതിയിലുള്ള ഒരു ഫോഴ്സ് ഫീൽഡ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ആ റോഡെല്ലാം മരച്ചില്ലകൾ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മന്ത്രവാദി. ഫോഴ്സ് ഫീൽഡ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ റോഡ് പൊളിയുന്നതേ ഉള്ളൂ, അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ റോഡ് ബ്രേക്ക് ആവുന്നത് കാരണം സിറ്റിയിലെ ആൾക്കാരൊക്കെ അപകടത്തിലാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഫോഴ്സ് ഫീൽഡ് തൽക്കാലത്തേക്ക് മാറ്റി 1ാമത്തെ ലെവലിലേക്ക് നുഴഞ്ഞു കയറാൻ ആ ഹിഷാക്കു മന്ത്രവാദികളെ അനുവദിച്ചേക്കാൻ ഈ കമുനാബി ചീഫ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഓർഡർ കിട്ടിയപ്പോഴേക്കും മറ്റേ മന്ത്രവാദി ഫോഴ്സ് ഫീൽഡ് താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിഷാക്കു അകത്തേക്ക് കടന്നിരിക്കുകയാണ്. സിഗ്നൽ ഇപ്പോൾ കാണാം. ശത്രുക്കൾ 1ാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. മൊത്തം 7 പേരുണ്ട് എന്ന മന്ത്രവാദി പറയുന്നു. ആ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, ചിഹിരോ തന്ന വിവരം അനുസരിച്ച് ഹിഷാക്കു ടീമിൽ മൊത്തം 10 അംഗങ്ങളാണുള്ളത്. അതിൽ 3 പേരിപ്പോൾ ക്യോട്ടോയിലുണ്ടെന്ന് കൺഫേം ആയ സ്ഥിതിക്ക് ശേഷിക്കുന്ന 7 പേരായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. ഇവരുടെ ചീഫ് ഇപ്പോൾ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അവരെ നേരിടാനായിട്ട് ഒരു ടോപ്പ് ലെവൽ ഫോഴ്സിനെ തന്നെ അയക്കാൻ. അവന്മാരെ അടിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്കാൻ ഇപ്പോൾ അസാമി പറയുന്നുണ്ട്. ആ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, സാമുറയെ വെച്ചിട്ട് സോട്ട് ബെയറേഴ്സിനെ എല്ലാം കൊല്ലുക എന്നുള്ളതാണ് ഹിഷാക്കുവിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷിബയെയും ഹിയുക്കിയെയും അവരുടെ പ്രൊട്ടക്ഷനായിട്ട് ഇട്ടത്. എന്നിട്ട് ഇപ്പോൾ അവന്മാർ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഒരു എൻചാന്റഡ് ബ്ലേഡ് കയ്യിലില്ലാതെ ഇവിടെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുകയില്ല എന്ന് അവന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി സാമുറ ക്യോട്ടോയിൽ ബിസി ആയത് കാരണം അവന്മാർ പ്ലാൻ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയതാകുമോ? അല്ല, ചിലപ്പോൾ ഇതെല്ലാം അവന്മാരുടെ പ്ലാൻ പടി തന്നെ ആയിരിക്കും പോകുന്നത്. സാമുറ ആകാശത്ത് നിന്ന് ആ ഔൾ സിഗ്നൽ മാറ്റിയതും ഇവന്മാരുടെ പ്ലാനിലുള്ളതാണെങ്കിലോ? ശരിക്കും എന്തായിരിക്കും ഈ ഹിഷാക്കുവിന്റെ പ്ലാൻ? എന്തു പറഞ്ഞാലും ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു യുദ്ധക്കളമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഫൈറ്റ് ചെയ്യാത്ത സ്റ്റാഫുകളെല്ലാം എത്രയും പെട്ടെന്ന് താഴത്തെ ലെവലിലേക്ക് പോയി സേഫായിട്ടിരിക്കാനായിട്ട് അനൗൺസ്മെന്റ് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ആ മാസ്ക് വെച്ച മന്ത്രവാദി ഹാക്കുരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ ക്ഷീണമെല്ലാം മാറ്റി ഭേദമായി വരുന്നേ ഉള്ളൂ എന്നറിയാം, പക്ഷേ ഇതിപ്പോൾ നീ തന്നെ കണ്ടല്ലോ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. സോ നിനക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കുമല്ലോ അല്ലേ?
ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞോളൂ സാർ എന്ന് പറഞ്ഞപ്പോൾ ഹാക്കുരി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഹാക്കുരി ഇങ്ങനെ മൂട്ടി തീയിട്ട പോലെ ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. ആ മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, എടാ നീ ഒന്ന് അടങ്ങ്, ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, എൻ്റെ പേര് കുഡോ. ഹാക്കുരിക്ക് ഇപ്പോൾ പിന്നെയും ധൃതിയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ആ മിസ്റ്റർ കുഡോ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് പറയൂ. കുഡോ ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, എടാ നിന്നോടൊന്ന് കാമാവാൻ പറഞ്ഞല്ലോ, നമുക്കിനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് നോക്കാം. ബ്രോഡ്കാസ്റ്റ് നീയും കേട്ടല്ലോ, ശത്രുക്കൾ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഹിഷാക്കു ടീമാണോ എന്ന് ഹാക്കുരി ചോദിക്കുന്നുണ്ട്. കുഡോ ഇപ്പോൾ പറയുന്നുണ്ട് അവരാണെന്നാണ് തോന്നുന്നത്. പിന്നെ ചിഹിരോ റോക്കുഹിര ഇപ്പോൾ സാമുറായ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാക്കുരി ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. കുഡോ ഇപ്പോൾ തുടർന്ന് പറയുന്നു, ഹിഷാക്കു ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ടാർഗറ്റ് സോട്ട് മാസ്റ്ററും ഷിനിച്ചിയുമായിരിക്കും. ഇത് രണ്ടും അവരുടെ പക്ഷത്തെത്തിയാ പിന്നെ നമ്മുടെ ഈ രാജ്യം മുടിഞ്ഞു എന്നങ്ങ് വിചാരിച്ചാൽ മതി. അങ്ങനെ നടക്കാതിരിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട്, പക്ഷേ അതിന് നീ വിചാരിക്കണം. ആ കാര്യത്തിലാണ് നമുക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടത്. നീ ഷിനുച്ചി ഇവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്യണം. നീ ബോധമില്ലാതെ കിടന്ന സമയം കൊണ്ട് ഞങ്ങൾ ഷിനുച്ചിയുടെ സീലിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കി. റാക്കുസായിച്ചിക്ക് മുൻപ് അതെങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലാണിപ്പോൾ അതുള്ളത്. അതിനെ നമ്മളിപ്പോൾ ഒരു സബ് സ്പേസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹിഷാക്കുവിന് അത് അവിടുന്ന് റിട്രീവ് ചെയ്യാൻ കഴിയില്ല. സോ അത് ഹാക്കുരിയുടെ എബിലിറ്റി വെച്ചിട്ട് അവൻ്റെ ആ വെയർ ഹൗസിലേക്ക് മാറ്റണമെന്നാണ് കുഡോ പറയുന്നത്. ഇപ്പോൾ മന്ത്രവിദ്യ ഓവർ യൂസ് ചെയ്തത് കാരണം ഹാക്കുരിയുടെ ആ സ്റ്റോർ ഹൗസ് ആക്സസ് ചെയ്യാനുള്ള മന്ത്രശക്തിയൊക്കെ നല്ലതുപോലെ കുറഞ്ഞ് വല്ലാത്ത രീതിയിലായതായിരുന്നു. പക്ഷേ ഹാക്കുരിക്ക് ഒരേ സമയം 2 മന്ത്രവിദ്യകൾ ഉപയോഗിക്കാമല്ലോ, അതായത് ഇസോയും സ്റ്റോർ ഹൗസും. സോ ഇസോ ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ഇവൻ്റെ സ്റ്റോർ ഹൗസ് എബിലിറ്റി ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാക്കുരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, നിന്റെ മന്ത്രശക്തി തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ മുമ്പ് ചെയ്ത അത്രയും പവറിൽ നിനക്ക് ഈ 2 എബിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല എന്നും കുഡോ പറയുന്നു. സോ ഇപ്പോൾ അത് ലിമിറ്റഡ് ആയി എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ഹാക്കുരി ചോദിക്കുന്നു. കുഡോ ഇപ്പോൾ പറയുന്നുണ്ട്, നീ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാലേ അതിനെപ്പറ്റി ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റൂ. ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റിയത് തന്നെ നിന്റെ ഉള്ളിൽ 2 പവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇനിയും നീ ഇത് ഓവർ യൂസ് ചെയ്താൽ ഈ 2 പവേഴ്സും നിനക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരാൻ ഞങ്ങളാണ് കാരണം. റാക്കുസായിച്ചിയിൽ വെച്ച് ഫൈറ്റ് ചെയ്ത് എക്സോസ്റ്റഡ് ആയ നിന്നെ സെങ്കുറ്റ്സുജിയിൽ വെച്ച് പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കരുതായിരുന്നു. നീ ചെയ്ത കാര്യത്തെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ കുഡോ പറയുന്നു. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് ഇനിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നെ പെട്ടെന്ന് ക്ഷണിച്ചു ഉള്ളിടത്തേക്ക് കൊണ്ടുപോകൂ. നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്, നീ ഇങ്ങനെ വെപ്രാളം കാട്ടാതിരി എന്ന് കുഡോ പിന്നെയും പറയുന്നു. പക്ഷെ ശത്രുക്കൾ ഇങ്ങനെ എത്തിയില്ലേ എന്ന് ഹാക്കുരി ചോദിക്കുന്നുണ്ട്. കുഡോ ഇപ്പോൾ പറയുന്നുണ്ട്, എടാ നമ്മളിപ്പോൾ ഏറ്റവും താഴെയാണുള്ളത്, ശത്രുക്കളൊക്കെ ഉള്ളത് ലെവൽ 1-ലാണ്. സോ ഇപ്പോൾ നമ്മളെ ലെവൽ 1-ലെ വെസ്റ്റ് എൻട്രൻസ് ആണ് കാണിക്കുന്നത്. അവിടേക്ക് ശത്രുക്കൾ പ്രവേശിച്ചിരിക്കുകയാണ്. 3 പേരെ ഇപ്പോൾ കാണാം. സൈഡിലുള്ള 2 പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതാണ് കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ? ഇപ്പോൾ ആ നടുക്ക് വരുന്നവന്റെ കയ്യിൽ ഹിഷാക്കു സിമ്പൽ ഉള്ളത് നമുക്ക് കാണാം. ആ സൈഡിൽ വരുന്ന 2 അവന്മാരിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഇവർ പെട്ടെന്ന് അകത്തേക്ക് കയറ്റി വിട്ടല്ലോ, മാത്രവുമല്ല നമ്മളെ നേരിടാൻ ഇവിടെ ഒരൊറ്റ മന്ത്രവാദിയും കാണുന്നുമില്ല. ഇവർ ഇത്ര കെയർലെസ് ആയിട്ട് പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്കുള്ള എന്തോ ട്രാപ്പാണ്. മറ്റവനിപ്പോൾ പറയുന്നുണ്ട്, അവന്മാർക്ക് നമ്മളെ ഇങ്ങനെ ട്രാപ്പ് കാണിച്ച് പേടിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന്. ഇപ്പോൾ ഇവർ നടന്നു പോകുന്ന ആ മുറിയുടെ മുകളിലായിട്ട് ഗ്രില്ല് കാണാം. അതിന്റെ പുറകിൽ ഇപ്പോൾ കമുനാബിയുടെ വലിയൊരു സർവൈലൻസ് ടീം തന്നെയുണ്ട്. അവര് മോണിറ്ററിലൂടെ ക്യാമറയിലെ വിഷ്വൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കമാൻഡറിനെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. 18 വർഷമായിട്ട് ഇയാള് കമുനാബിയിലുണ്ട്. കമുനാബിയുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ സോണിന്റെ കമാൻഡറാണ് ഇങ്ങേര്. കമുനാബിക്ക് മുമ്പുണ്ടായിരുന്നത് കൗണ്ടർ സോർസറി ആർമി എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. സെയ്റ്റേ യുദ്ധത്തിന്റെ സമയത്ത് എമർജൻസി ആയിട്ട് തുടങ്ങിയ സംഘടനയാണല്ലോ കമുനാബി. ഈ കൗണ്ടർ സോർസറി ആർമിയിൽ അവരുപയോഗിച്ചിരുന്നത് ആർമി റാങ്കിങ് സിസ്റ്റം ആണ്. ആ ടൈമിൽ ഇങ്ങേര് 2nd ലെഫ്റ്റനന്റ് ആയിരുന്നു. ഇപ്പോൾ ഈ കമുനാബിയിൽ ആ റാങ്കിങ് സിസ്റ്റം പരിപാടിയൊന്നുമില്ല. പക്ഷെ ഒരാളുടെ റാങ്ക് അയാളുടെ എബിലിറ്റീസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയും എന്നിങ്ങനെ പറയുന്നു. ഇപ്പോൾ ഈ പുള്ളിക്കാണെങ്കിൽ നല്ല ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഫ്ലോറിലുള്ള എല്ലാവർക്കും അതുണ്ട് എന്ന് ഇയാൾ പറയുന്നു. ഒരു എമർജൻസി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള കഴിവ് ഇവർക്കെല്ലാം ഉണ്ട്. പക്ഷെ ആ മെഷീനിന്റെ അടുത്തായിട്ടിരിക്കുന്ന മന്ത്രവാദി കൊടുത്ത മെസ്സേജ് അനുസരിച്ച് നല്ല അപാരമായ ഫൈറ്റിംഗ് സ്കിൽസ് ഉള്ള 7 പേരാണ് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അത് ഹിഷാക്കു ടീമാണെന്ന് സംശയിക്കുന്നു. അതിൽ 3 പേര് ഇപ്പോൾ ഈ സർവൈലൻസ് ടീം ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാൾ കോഡ് മൗസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ശത്രു ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ആ ത്രെറ്റ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് ഈ മന്ത്രവാദിക്ക് കഴിയും. ഇപ്പോൾ ഈ കോഡ് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവൈലൻസ് ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് ഈ വന്നിരിക്കുന്നവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം.
ഇപ്പോൾ ടോപ്പ് ലെവൽ ഫോഴ്സിനെ അണ്ടർഗ്രൗണ്ടിലെ സെൻട്രൽ ഏരിയയിലേക്ക് വിടുന്നുണ്ട് എന്ന് ഈ മന്ത്രവാദി ഇവർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ സർവൈലൻസ് ടീം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഫൈറ്റിനൊന്നും നിൽക്കാതെ ശത്രുക്കളെ സെൻട്രൽ ഏരിയയിലേക്ക് പോകാൻ അനുവദിക്കുക. ഇപ്പോൾ ആ കമാൻഡർ ആണെങ്കിൽ ക്യാമറയിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരുത്തന്റെ കയ്യിൽ ഹിഷാക്കു എംബ്ലം ഉണ്ട്, സോ അവൻ ഉറപ്പായിട്ടും ഹിഷാക്കു മെമ്പറാണ്. പക്ഷേ കൂടെയുള്ള രണ്ടുപേര് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ കമാൻഡർ ഞെട്ടിപ്പോകുന്നുണ്ട്. അതെ, അവരാണ് ഷിഗ്യു ബ്രദേഴ്സ്. ഇവരങ്ങനെ വലിയ മന്ത്രവാദി കുടുംബത്തിൽപ്പെട്ടവരൊന്നുമല്ല, സാധാരണ കുടുംബത്തിലെ ആൾക്കാരാണ്. എന്നിട്ട് പോലും ഇവന്മാരൊരിക്കൽ ഓഫീസേഴ്സ് അടക്കമുള്ള 11 കമുനാബി മെമ്പേഴ്സിനെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഇവന്മാരിപ്പോൾ വെറും സൈക്കോകളാണ്. ഒരുത്തൻ പറയുന്നുണ്ട്, ഇപ്പൊ ഈ ചെയ്യുന്നതിന് നിങ്ങൾ ഹിഷാക്കു ഞങ്ങൾക്ക് പൈസയൊന്നും തരണ്ട. മറ്റവനാണെങ്കിലും പറയുന്നു, ഷിനുച്ചി സോട്ട് മാസ്റ്റർ ഇതിലൊന്നും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞങ്ങൾക്ക് വയലന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം മാത്രം ഒരുക്കി തന്നാൽ മതിയെന്ന്. ഇപ്പോൾ ഈ കമാൻഡർ ചിന്തിക്കുന്നുണ്ട്, ഹിഷാക്കുയിലുള്ള എല്ലാ മന്ത്രവാദികളും ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ പോലും അതിനെല്ലാം പകരം ഈ 2 ബ്രദേഴ്സ് മതി, ഇവന്മാർ അത്രയ്ക്ക് ഡേഞ്ചർ ആണെന്നാണ്. ഈ സർവൈലൻസ് ടീം ഇരിക്കുന്ന ആ മുറിയിലെ ഗ്രില്ലില് ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ട്. അത് വെച്ച് ഇവരുടെ പ്രസൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഒച്ച ഉണ്ടാക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടുകയോ ചെയ്യാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശത്രുക്കൾ ഇവരെ ഡിറ്റക്ട് ചെയ്യില്ല. അങ്ങനെ ഒരു ഫൈറ്റ് ഒഴിവാക്കാമെന്ന് ഈ കമാൻഡർ ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആ ഡെസ്കിലിരിക്കുന്ന ഒരു ഫോട്ടോ നോക്കുമ്പോൾ കമാൻഡർക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു നെഗറ്റീവ് എനർജി ആണല്ലോ. ഇപ്പോൾ അയാൾ നോക്കിയത് അയാളുടെ അനന്തരവന്റെ ഫോട്ടോയിലേക്കാണ്. മുൻപ് ഈ ബ്രദേഴ്സിന്റെ ടീം 11 കമുനാബി മെമ്പേഴ്സിനെ കൊന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ കൂട്ടത്തില് അവനും ഉണ്ടായിരുന്നു. എനിക്കും അങ്കിളിനെ പോലെ ഒരു വലിയ ആളാകണം, ഈ രാജ്യം പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കമുനാബി ചേർന്നത്. പെട്ടെന്ന് ഇപ്പോൾ ഈ കമാൻഡർ ചിന്തിക്കുന്നുണ്ട്, അതെ, രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യണം, അത് തന്നെയാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് കാരണം എൻ്റെ ഈ ട്രൂപ്പിനെ ഞാൻ അപകടത്തിലാക്കാൻ പാടില്ല. സോ ഈ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ആ ബ്രദേഴ്സിലുള്ള ഒരുത്തൻ ഇവിടെ ആളുണ്ടെന്ന് സെൻസ് ചെയ്തിട്ട് ആ ടീമിനോട് പറയുന്നു. ഇത് കേട്ടിട്ട് ആ കമാൻഡർ ഞെട്ടുന്നുണ്ട്. ഇത്രയും ചെറിയ എമൗണ്ട് ഓഫ് എനർജി ഇവൻ ഡിറ്റക്ട് ചെയ്തോന്ന് അയാൾ ചിന്തിക്കുന്നു. 23 അല്ല 24 പേര് അകത്തുണ്ടെന്ന് അവൻ കൃത്യമായിട്ട് പറയുന്നു. അവന്റെ ബ്രദർ ഇപ്പൊ പറയുന്നു, ഓ, ആളെ കണ്ടുപിടിക്കാനുള്ള നിന്റെ ഈ എബിലിറ്റി വേറെ ലെവലാണ്, അപ്പോൾ 24 എണ്ണത്തിനെ നമുക്കങ്ങ് തട്ടിയാലോ എന്നും അവൻ ചോദിക്കുന്നു. ആ ഹിഷാക്കു മെമ്പർ ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ. ഓ നാശം, എന്നാലും ഇവിടെ ഉള്ള ആൾക്കാരുടെ കറക്റ്റ് എണ്ണം അവൻ എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ആ കമാൻഡർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉടനെ ആ ബ്രദേഴ്സിൽ ഒരുത്തൻ പറയുന്നുണ്ട്, ഹേയ്, ആ കീടങ്ങളെ കൊന്നിട്ട് എന്തിനാ, നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള യോഗ്യതയൊന്നും അവന്മാർക്കില്ല, വെറുതെ നമ്മുടെ സമയം കളയാവുന്നല്ലാതെ, വാ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഫൈറ്റ് ഒഴിവായല്ലോ. പെട്ടെന്ന് ഇപ്പോൾ കമാൻഡർക്ക് ആശ്വാസം ആവുന്നുണ്ട്. പോകാൻ നേരത്ത് മറ്റവൻ പറയുന്നുണ്ട്, കഷ്ടം തന്നെ, എന്താണ് കമുനാബി, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് നല്ല എന്റർടൈൻമെന്റ് തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അത് ചുമ്മാ ഇങ്ങനെ ഇല്ലാതാക്കല്ലേ. കമാൻഡർ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അനന്തരവന്റെ കൊലയാളി എനിക്ക് ജീവൻ പിച്ചയായിട്ട് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത് ലെവൽ 1 സെൻട്രൽ ഏരിയയാണ്. അവിടെയാണല്ലോ ടോപ്പ് ഫോഴ്സ് ഉള്ളത്. അവരിപ്പോൾ അസാമിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നുഴഞ്ഞു കയറിയ 7 പേരിൽ 3 പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. റിപ്പോർട്ടിന് നന്ദിന്ന് ഇപ്പോൾ അസാമി പറയുന്നുണ്ട്. ഇപ്പോൾ അസാമിക്ക് ഇടാനായിട്ട് അവർ ഗ്ലൗസ് കൊടുക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഗ്ലൗസ് ഒന്നും വേണ്ട, അവന്മാരെ ഞാൻ വെറും കൈ കൊണ്ട് തന്നെ അങ്ങ് നേരിട്ടോളാം. അങ്ങനെ പുള്ളി ഡോറ് തുറന്ന് സെൻട്രൽ ഏരിയയിലെ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഇപ്പോൾ ദൂരെ മാറി ഷിഗ്യു ബ്രദേഴ്സും ആ ഹിഷാക്കു മെമ്പർ നിപ്പുണ്ട്. ഇപ്പോൾ ഈ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ട് വൻ സെറ്റപ്പ് ആണ്. കുറെ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്, ഡ്രം അടിക്കാൻ കുറെ പേരുണ്ട്. മൊത്തത്തിൽ ഒരു ഫൈറ്റ് വിത്ത് മ്യൂസിക് സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ അസാമി, അതായത് സോഷിരോ അസാമിയാണ് ഇവിടുത്തെ എക്സിക്യൂഷണർ, അതായത് ആരാച്ചാർ എന്ന് പറയും, ശിക്ഷ കൊടുക്കുന്ന ആള്. ഇപ്പോൾ വെറും 18ാമത്തെ വയസ്സിൽ കൗണ്ടർ സോർസറി ആർമിയിലെ കേണലിന്റെ റാങ്കിലെത്തി ഒരാളാണ് അസാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷിഗ്യു ബ്രദേഴ്സിൽ ഒരുത്തൻ അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കുറെ കൂർത്ത ആയുധങ്ങളൊക്കെ സമ്മൺ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഈ സൗണ്ട് സിസ്റ്റവും ഡ്രംസും ഒക്കെ വെച്ചിട്ട് ആകെ ബഹളം, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കാമല്ലോ ആണോ ഇവന്മാരുടെ പ്ലാൻ. ഇപ്പോൾ മറ്റേ ബ്രദർ ആണെങ്കിൽ അസാമിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഹോ, നമുക്കങ്ങനെ അവസാനം ഫൈറ്റ് ചെയ്യാൻ ഒത്ത ഒരാളെ കിട്ടി, എനിക്കിവനെ അറിയാം, ഇവൻ കിടിലമാണ്. ഇത്രയും പറഞ്ഞിട്ട് അവനിപ്പോൾ പെട്ടെന്ന് യെല്ലോ ചെയിൻസ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് അസാമിക്ക് നേരെ ചെയ്യുകയാണ്. അതായത് ചങ്ങല എറിഞ്ഞ് അസാമിയെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. കൂടെ തന്നെ മറ്റവൻ ആ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കൂർത്ത ആയുധങ്ങൾ അസാമിക്ക് നേരെ എറിയുന്നുമുണ്ട്. ഇവന്മാര് ഫാസ്റ്റ് ആണല്ലോ എന്ന് അസാമി ചിന്തിക്കുന്നു. ആ കൂർത്ത ആയുധങ്ങൾ അടുത്ത് വരുമ്പോഴേക്കും അസാമി ജമ്പ് ചെയ്ത് മാറുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഏറി നിൽക്കുന്ന അസാമിക്ക് നേരെ 2 ബ്രദേഴ്സും ചാടി വരുന്നുണ്ട്. പുറമെ അസാമി കൂളായിട്ട് നിൽക്കുകയാണെങ്കിലും ഇപ്പൊ പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര ഒരു ദേഷ്യമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റോക്കുഹിരയുടെ മരണത്തെ പറ്റി ചിഹിരോയോട് ചോദിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അസാമി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റോക്കുഹിരയെ കൊന്ന കൂട്ടത്തിലുണ്ടായിരുന്ന 3 ഹിഷാക്കു മെമ്പേഴ്സിൽ ഒരുത്തനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചിഹിരോ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലെ അവന്റെ ആ ചെരുപ്പ് അസാമി നോട്ട് ചെയ്യുന്നുണ്ട്.
പുള്ളി ഇപ്പോൾ അദ്ദേഹത്തെ ചങ്ങല പൊട്ടിച്ചിട്ട് പാഞ്ഞു വന്ന ഷിഗ്യു ബ്രദേഴ്സിൽ ഒരുത്തനെ ഇടിച്ച് നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ചേട്ടാന്ന് വിളിച്ചപ്പോ മറ്റവൻ അലറുന്നുണ്ട്. മ്യൂസിക് ഒക്കെ ഇപ്പൊ കിടിലമായിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഷിഗ്യു ബ്രദേഴ്സിൽ ഒരുത്തൻ തീർന്നു. ആ അലറിക്കൊണ്ടിരിക്കുന്ന മറ്റവന്റെ തൊട്ട് മുകളിൽ ഇപ്പോൾ അസാമി വന്നിട്ടുണ്ട്. അസാമിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനത്തെ കിൻഡൽ ഇടിയാണ്. ഇവന്മാരുടെ ഈ ചെറിയ ട്രിക്കൊന്നും പുള്ളിയോട് തേച്ചില്ല. പുള്ളി ഇപ്പൊ മുകളിൽ നിന്ന് വന്നിട്ട് ഇവനെ ഇടിച്ച് ഗ്രൗണ്ടിൽ പേസ്റ്റ് ആക്കുന്നുണ്ട്. ആ ഹിഷാക്കു മെമ്പർ ആണെങ്കിൽ ഇപ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അസാമി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, റോക്കുഹിരയുടെ മരണത്തിൽ പങ്കുണ്ടായിരുന്ന ആ ഹിഷാക്കു മെമ്പേഴ്സിൽ ഒരുത്തനാണിവൻ. റോക്കുഹിരയുടെ വീട്ടിൽ അറ്റാക്ക് നടന്നു എന്ന് മനസ്സിലാക്കിയ 10 സെക്കൻഡിൽ ഷിബ അവിടെ ചെന്നിരുന്നു. ആ ചെറിയ സമയം കൊണ്ട് പണിയും തീർത്ത് ഹിഷാക്കു അവിടുന്ന് പോയി. അതിനർത്ഥം ഹിഷാക്കുവിലെ ബെസ്റ്റ് ആയിട്ടുള്ള 3 പേരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഷിഗ്യു ബ്രദേഴ്സ് എന്ന് പറയുന്ന തോൽവികളെ ഒന്നും അവന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. സോ ഇപ്പൊ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അസാമി ദേഷ്യത്തിൽ കൈയൊക്കെ മടക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ നോക്കിയ ആ ഷിഗ്യു ബ്രദേഴ്സിൽ അസാമി ആദ്യമായി ഇടിച്ചവൻ അവന്റെ തലയൊന്നും ഇല്ല, ഭിത്തിയിൽ ഇങ്ങനെ പേസ്റ്റ് ആയിരിക്കുകയാണ്. രണ്ടാമത്തവനാണെങ്കിലും തല ചിതറിയിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. സോ ഇപ്പൊ അസാമി ആ ഹിഷാക്കു മെമ്പറിനോട് പറയുന്നുണ്ട്, ഫൈനലി അങ്ങനെ നമുക്ക് തമ്മിൽ കാണാൻ പറ്റി. ഈ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിന് ഒരു നിയമമുണ്ട്. എന്താണോ ത്രെറ്റ് അതിവിടം വിട്ട് ജീവനോടെ പുറത്തു പോകില്ല. ഇപ്പോ കുഡോയും ഹാക്കുരിയും ഷിനുച്ചിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹാക്കുരിക്ക് ഇപ്പോഴും ധൃതിയാണ്. നീ ഒന്ന് കാമാവെന്ന് കുഡോ വീണ്ടും പറയുന്നുണ്ട്. ഹാക്കുരിയും കുഡോയും ഇപ്പം നടന്ന് കമുനാവി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് ലെവൽ 2 എത്തിയിട്ടുണ്ട്. അതൊരു വലിയ ലൈബ്രറിയാണ്. അതിന്റെ ആ വലിപ്പം കണ്ടിട്ട് ഹാക്കുരി അന്തം വിടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മന്ത്രവിദ്യകളെ സംബന്ധിച്ച ബുക്കുകളാണെന്ന് കുഡോ പറയുന്നു. ടെലിപോർട്ടേഷൻ, ഫോഴ്സ് ഫീൽഡ് മാജിക്, ഇങ്ങനെ എല്ലാത്തിനെയും സംബന്ധിച്ച പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സസനാമി ഒരു വലിയ ക്ലാൻ അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈബ്രറി ഒന്നും ഇല്ലായിരുന്നോ എന്ന് കുഡോ ഹാക്കുരിയോട് ചോദിക്കുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലുതല്ലായിരുന്നു എന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം പഠിച്ചാൽ കമുനാബി നിനക്കൊരു സ്റ്റാർ ആകാമെന്ന് ഹാക്കുരിയെ അടുത്ത് കുഡോ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു ടീമാണ് മാസുമി. സോ ഇപ്പൊ നീ ഇതെല്ലാം പഠിച്ചെടുത്താൽ നിനക്ക് അവരുടെ ടീമിൽ ചേരാം എന്ന് കുഡോ പറയുന്നു. ഇത്രയും പഠിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ ഹാക്കുരിയുടെ മുഖം അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഇപ്പോൾ 1ാമത്തെ ഫ്ലോറിൽ ആ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അസാമി ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് അവർ ഈ സീലിംഗ് പൊളിച്ച് താഴേക്ക് വീഴുമെന്നാണല്ലോ തോന്നുന്നതെന്ന് ഹാക്കുരി പറയുന്നു. കുഡോ ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ട്, അതുകൊണ്ട് പൊളിഞ്ഞൊന്നും വീഴില്ല എന്ന്. ഇവിടെ എവിടെ നോക്കിയാലും ഫോഴ്സ് ഫീൽഡ് ആണല്ലോ. ഇപ്പോൾ ഒരു മെഷീൻ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പൂള് പോലത്തെ ആ സ്ഥലത്തിരിക്കുന്ന ഒരു മന്ത്രവാദിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇവരുടെ കോർ സ്റ്റേഷനാണ്. അവിടെ ഇരുന്ന് ഇവരാണ് ഫോഴ്സ് ഫീൽഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാസുമി ടീമിന്റെ അത്രയൊക്കെ കഴിവുള്ള 7 ആൾക്കാരാണ് കോർ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. സോ ഇവിടെ എപ്പോഴും ആള് കാണും. ഇവരെ ഷിഫ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഒരുത്തനും ഫോഴ്സ് ഫീൽഡ് പൊളിച്ച് അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല. ഇവരിത് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് കൂടി വരികയാണല്ലോ എന്ന് ഹാക്കുരി പറയുന്നു. അത് ചിലപ്പോൾ മുകളിൽ ഇച്ചിക്കിയും ഫൈറ്റിൽ ജോയിൻ ചെയ്ത് കാണുമെന്ന് കുഡോ പറയുന്നു. ഇപ്പൊ ആ ഹൈറ്റ് കുറഞ്ഞ പ്രായമുള്ള മന്ത്രവാദിയാണ് ഇച്ചിക്കി. ആ പുള്ളി ഫൈറ്റ് ചെയ്യുമോന്ന് ചോദിച്ച് ഹാക്കുരി അമ്പരക്കുന്നുണ്ട്. കുഡോ ഇപ്പൊ പറയുന്നുണ്ട്, ടോപ്പിലുള്ള എല്ലാവരും നല്ല സ്കില്ലുള്ളവരാണ്. അസാമിയൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഞാൻ അത്ര വലിയ ഫൈറ്റർ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഈ ടോപ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഓരോ കിടിലൻ ഗ്രൂപ്പുകളെ കമാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മന്ത്രവാദികളും നമ്മുടെ കമുനാബിയിൽ ഉണ്ടെന്ന് കുഡോ പറയുന്നു. ഇപ്പോൾ ഇക്കുറ്റോ ഹാഗിവരെയൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. സീസൺ 1 ആ ആന്റി ക്ലൗഡ് ഗൗജർ ഫോഴ്സിന്റെ കമാൻഡർ ഉണ്ടായിരുന്നില്ലേ പുള്ളി. ഇപ്പോൾ എന്തായാലും ഈ ടീം എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ട് എന്ന് കുഡോ പറയുന്നു. മാത്രമല്ല ഇവിടുത്തെ ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കിയ 300 ഫൈറ്റേഴ്സ് വേറെ ഉണ്ട്. ഇപ്പോൾ കുഡോയും ഹാഗുരിയും കൂടെ ഒരു ലിഫ്റ്റിലേക്ക് കയറുകയാണ്. സോ ഇപ്പോൾ കുഡോ വീണ്ടും പറയുന്നുണ്ട്, ഈ 300 പേരെന്ന് പറയുന്നത് നല്ല കിടിലൻ ട്രെയിനിങ് കിട്ടിയവരാണ്. ആ കണ്ട ലൈബ്രറിയിലെ ബുക്കുകൾ പകുതി മുക്കാലും പഠിച്ച ആൾക്കാർ. ഹാഗുരി ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, അപ്പൊ സ്ട്രോങ് ഗ്രൂപ്പ് തന്നെ. കുഡോ ആണെങ്കിലും പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഇത്രയും ഫൈറ്റേഴ്സും പിന്നെ സേഫ്റ്റിക്കായിട്ട് ഫോഴ്സ് ഫീൽഡും. സോ ഇവിടെ നമ്മളെല്ലാം 100% സേഫ് ആണ്. മുകളിൽ അസാമിയും ടീമും നമ്മുടെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല ഫൈറ്റ് ചെയ്യുന്നത്. അവര് ജസ്റ്റ് പുറത്തേക്കൊന്ന് വേട്ടയാടാൻ പോയ പോലെ ഉള്ളൂ. ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസാമി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. സെങ്കുറ്റ്സുജിയിൽ വെച്ച് ഡാറ്റൻസൊക്കെ ഉപയോഗിച്ച ഹിഷാക്കു ഇവിടെ എന്താണത് പുറത്തെടുക്കാത്തത്? കാര്യം അവരെ സംബന്ധിച്ച് സെങ്കുറ്റ്സുജിയിലേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇതല്ലേ. ഒരു ബാക്കപ്പും ഇല്ലാതെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മരണക്കെണിയിലേക്ക് അവന്മാർ ചുമ്മാ ഒന്നും ചിന്തിക്കാതെ ചാടി വീഴൂ. ഇപ്പോ കുഡോയും ഹാക്കുരിയും നിൽക്കുന്ന ലിഫ്റ്റിനുള്ളിൽ വേറൊരാളും ഉണ്ട്. അയാളിപ്പോ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ കുഡോ, കണ്ടിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നല്ല തിരക്കുള്ള സിറ്റുവേഷൻ ആണല്ലോ.
അതെ ഇഷിഹിര എന്നിപ്പോ കുഡോ പറയുന്നുണ്ട്. അപ്പോ ഇതാണ് ഇഷിഹിര, നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിൽ ഒരാളാണെന്നും പറഞ്ഞ് കുഡോ ഹാക്കുരിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ കണ്ടതിൽ സന്തോഷമെന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഇഷിഹിര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നീ നല്ല ചെറുപ്പമാണല്ലോ, നിന്റെ പ്രായത്തിലുള്ള കുറെ സ്റ്റുഡൻസിനെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പോ കുറെ ചെറുപ്പക്കാരിപ്പോ കമുനാബിയിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഇഷിഹിര പറയുന്നു. കുഡോ ഇപ്പോ പറയുന്നുണ്ട്, അതെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, നമുക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ചധികം മെമ്പേഴ്സിനെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വിടാനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സ് നല്ല എഫേർട്ട് ഇടുന്നുണ്ടെന്ന് കുഡോ പറയുന്നു. ഇഷിഹിര ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ ജീവിതം എൻ്റെ ഈ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്, സെയ്റ്റൈ യുദ്ധത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഹാക്കുരി ഇപ്പോൾ പുള്ളിയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. ഇഷിഹിരയാണെങ്കിൽ ഇപ്പോൾ എന്തോ എടുത്തിട്ട് ഇവരെ കാണിക്കുന്നുണ്ട്. അയാളുടെ മകളുടെ പടമുള്ള ഒരു ലോക്കറ്റാണ്, അവളുടെ പേരാണ് യൂക്കി. അടുത്ത മാസം അവൾക്ക് 4 വയസ്സാവുമെന്നും അയാൾ പറയുന്നു. ഇവളെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ എന്നിപ്പോൾ ഹാക്കുരി പറയുന്നു. ഇഷിഹിര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ലേ, അവളുടെ മുഖം മുഴുവൻ വിടർത്തിയാ ചിരിക്കുന്നേ, അത് കാണാൻ തന്നെ നല്ല രസാ. ഇഷിഹിര എന്നിട്ടിപ്പോ പെട്ടെന്ന് കോട്ടിനുള്ളിൽ നിന്നൊരു കത്തി പുറത്തെടുക്കുന്നുണ്ട്. എന്റെ ഈ രാജ്യത്തിനേക്കാൾ മുകളിൽ ഞാൻ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മകളെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങേര് സ്വന്തം കഴുത്തങ്ങ് വെട്ടുകയാണ്. ഇപ്പൊ കുഡോ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഹാക്കുരി ആണെങ്കിലും ഇപ്പൊ ഈ ദേഹത്ത് തെറിച്ച ചോരയും നോക്കി ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്നു. ഇപ്പൊ ഈ ഇഷിഹിരയുടെ ആ തലയുടെ ഭാഗത്ത് നിന്നും ആ പൈൻ ട്രീ മന്ത്രവാദിയുടെ മരക്കൊമ്പുകൾ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോ ഹാക്കുരിക്ക് നേരെ വരുന്നു. കുഡോ ഇപ്പോ വാരിയേഴ്സ് പാത്ത് എന്നും പറഞ്ഞൊരു സ്പെല്ല് ഉപയോഗിച്ചിട്ട് ഹാക്കുരിയെ ആ ലിഫ്റ്റിന്റെ ഫ്ലോറിൽ നിന്ന് താഴേക്ക് അങ്ങ് വിടുന്നുണ്ട്. സോ ഇപ്പോ കുഡോയ്ക്ക് നേരെ ആ മരക്കൊമ്പുകൾ ചെല്ലുകയാണ്. പുള്ളി പറയുന്നുണ്ട്, എന്നെ ഓർത്ത് നീ വെറി ചെയ്യണ്ടെന്ന്. ഇപ്പോ പെട്ടെന്നുണ്ടായ ഈ നീക്കം ആ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി തിരിച്ചറിയുന്നുണ്ട്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ 4 ലൊക്കേഷൻസിൽ ഇങ്ങനത്തെ സ്പിരിറ്റ് എനർജി എക്സ്പ്ലോഷൻസ് ഉണ്ടായി എന്ന് അങ്ങേര് റിപ്പോർട്ട് കൊടുക്കുന്നു. സോ ഇപ്പൊ ഈ മരക്കൊമ്പുകൾ ഈ ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിൽ തന്നെ വേറെ 3 ലൊക്കേഷനുകളിൽ കൂടി ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഇവര് മീറ്റിംഗ് നടത്തുന്ന ആ റൂമിലൊക്കെ ഇങ്ങനെ മരക്കൊമ്പുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിഫ്റ്റിൽ നിന്ന് താഴെ വീണ ഹാക്കുരി ആണെങ്കിൽ അവിടെ കിടക്കുന്ന കുഡോയുടെ ആ മാസ്ക് ഒക്കെ കാണുന്നുണ്ട്. മിസ്റ്റർ കുഡോ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ മുകൾ ഭാഗം മുഴുവൻ മരം കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ഇത് പൈൻ ട്രീ മന്ത്രവാദമല്ലേ? മിസ്റ്റർ ഇഷിഹിരയുടെ ബോഡിയിൽ നിന്ന് ഇതെങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. 2 കമുനാബി മെമ്പേഴ്സ് ഇപ്പോൾ ഹാക്കുരിയെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതെ, ആളിവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവർ ഹാക്കുരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മിസ്റ്റർ കുഡോ മുകളിലുണ്ട്, അദ്ദേഹം അവിടെ എന്നിപ്പോ ഹാക്കുരി ഇവരോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവന്മാർ 2 പേരും ഹാക്കുരിയുടെ കഴുത്തിന് നേരെ വാള് വീശിയിരിക്കുകയാണ്. അപ്പോൾ ഇവനെ ഞാൻ കൊന്നേക്കാനാണോ എന്ന് ഒരുത്തൻ ചോദിക്കുന്നു. അപ്പോൾ മറ്റവൻ പറയുന്നുണ്ട്, അല്ല, ഇവനെ ഇരയാക്കി മുന്നിൽ നിർത്തിയിട്ട് മറ്റുള്ള എല്ലാ ഫൈറ്റേഴ്സിനെയും പൂട്ടണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹാക്കുരി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളെന്താ ഇങ്ങനെ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? സോറി, ഞങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. ഫാമിലിക്ക് വേണ്ടിയോ? മുൻപ് മിസ്റ്റർ ഇഷിഹിരയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോ ഹിഷാക്കു ഇവരുടെ ഫാമിലീസിനെ വെച്ച്? അതെ ഗൈസ്, അപ്പൊ അതാണ് ഹിഷാക്കുവിന്റെ തന്ത്രം. ആ തൊപ്പി വെച്ച മന്ത്രവാദി ഇപ്പൊ ഒരിടത്തിരുന്നിട്ട് ആരോടോ വിളിച്ചു പറയുന്നുണ്ട്, ഇഷിഹിര നമ്മൾ അവന് കൊടുത്ത പണി പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇനി അവന്റെ മോളെ റിലീസ് ചെയ്തോളാൻ. അപ്പോൾ അങ്ങനെ കുറെ കമുനാബി മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ ഹോസ്റ്റേജസ് ആക്കിയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യുകയാണ്. ഇപ്പോൾ ഹാക്കുരി ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കാനായിട്ട് അവന്റെ കൈയും കാലും വെട്ടിക്കളയാനായിട്ട് ഒരുത്തൻ പറയുന്നുണ്ട്. ഹാക്കുരി ഇപ്പോൾ സ്റ്റോർ ഹൗസ് ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്മാരുടെ വാളുകളിൽ ഇങ്ങനെ തൊടുന്നുണ്ട്. എന്നിട്ട് അവൻ ഇവരോട് പറയുന്നു, പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ എന്റെ കൈയും കാലും നിങ്ങൾ എന്തോന്ന് വെച്ച് വെട്ടും. വാളെവിടെ പോയി എന്നാലോചിച്ച് ഇവന്മാര് ഞെട്ടുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ വാളൊക്കെ ഞാനിങ്ങ് പിടിച്ചെടുത്തു, സോ നിങ്ങൾ ഇനി മര്യാദയ്ക്ക് കീഴടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് ഹാക്കുരി പറഞ്ഞു തീരുന്നതിന് മുന്നേ അതിലൊരുത്തൻ മുട്ടുകാല് കയറ്റി ഹാക്കുരിയുടെ മോന്ത ഇടിച്ചു വരുത്തുന്നുണ്ട്. ഇപ്പോ താഴെ വീണ ഹാക്കുരിയെ ഇവന്മാർ 2 കൂടെ ചവിട്ടി റെഡിയാക്കുകയാണ്. ഹാക്കുരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, സിറ്റുവേഷൻ വളരെ വഷളാണ്. ഈ 3 പേര് മാത്രമായിരിക്കില്ല, വേറെ ഒരുപാട് കമുനാബി മെമ്പേഴ്സിനെ ഹിഷാക്കു ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. ഫ്ലോർ 1 നടക്കുന്ന ഫൈറ്റ് കമുനാബിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ പ്ലാനാണ്. ആ സമയം കൊണ്ട് മറ്റു ഫൈറ്റേഴ്സിനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തമ്മി തല്ലിച്ച് ഇല്ലാതെയാക്കും. ഇത് നിർത്താൻ ഒരു വഴിയേ ഉള്ളൂ, ഷിനുച്ചി ഞാൻ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോഴാണ് ഹാക്കുരി ഒരു കാര്യം ചിന്തിക്കുന്നത്. അതായത് ഇവന്മാർ ഇത്ര ഇടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒന്നും ഹാക്കുരിക്ക് അത് വലുതായിട്ട് ഏശുന്നില്ല. ഇവന്മാരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. 5 വർഷം കമുനാബിയുടെ കീഴിൽ നല്ല ട്രെയിനിങ് കിട്ടി ഫിസിക്കലി ഫിറ്റ് ആയവന്മാരാണ്. പക്ഷെ ഹാക്കുരിക്ക് അവന്മാരുടെ ഇടിയും തൊഴിയൊക്കെ തൂവൽ സ്പർശം പോലെ തോന്നും. കാരണം വർഷങ്ങളായിട്ട് സസനാമി ക്ലാനില് സോയാ സസനാമിയുടെ സ്നേഹത്തോടു കൂടിയുള്ള കിൻഡൽ ഇടിയും തൊഴിയും 4 വീതം 3 നേരം മേടിച്ചോണ്ടിരുന്ന ഹാക്കുരിക്ക് ഇതൊക്കെ എന്ത്? സോ ഇപ്പൊ യുവമാരോട് ഒരു സോറി പറഞ്ഞിട്ട് 2 എണ്ണത്തിനെ ഇസോ പ്രയോഗിച്ച് അടിച്ച് ഭിത്തി കയറ്റിയിരിക്കുകയാണ് ഹാക്കുരി.
സോ അവന്മാർ ഫ്ലാറ്റ്. ഇപ്പോൾ യുവന്മാരുടെ ഉള്ളിൽ നിന്നും മരക്കൊമ്പുകൾ പൊങ്ങി വരുമോയെന്ന് ഹാക്കുരി ഇങ്ങനെ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവൻ ആലോചിക്കുന്നു, ഇവർക്ക് ജീവനുണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മയങ്ങിപ്പോയി എന്നല്ലേ ഉള്ളൂ. സോ ഇവരുടെ ദേഹത്തൊന്നും വരത്തില്ലായിരിക്കും. ഹാക്കുരി ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മുന്നിൽ വരുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഹിഷാക്കുവിൻ്റെ കയ്യിൽ ക്ഷണിച്ച് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനും ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഫൈറ്ററാണ് എന്ന് പറഞ്ഞിട്ട് ഹാക്കുരി ഇങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.